അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഗന്ധങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഞാൻ സഫീർ അത്തർവാല. പ്രമുഖ യൂട്യൂബറും റോയൽ സ്കൈ ട്രാവൽ ഏജൻസിയുടെ ഉടമയുമായ ഹാരിസ് അമീർ അലിക്ക് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഹെഡ്ഫോണിന്റെ കേസ് അതിന്റെ കാറിന്റെ കപ്പ് ഹോൾഡറിൽ ഇട്ടിരുന്നു. അതിൽ ആ കാർ പെർഫ്യൂമിന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഈ കാർ പെർഫ്യൂമിന്റെ ബോട്ടിലിൽ നിന്ന് അത് ലീക്കായിട്ട് ഈ ഹെഡ്ഫോണിന്റെ കേസ് ഡാമേജ് ആയി. അദ്ദേഹം വളരെ വിഷമത്തോടെ ഇതിൽ പറയുന്നുണ്ട്. ഇത്രയും അപകടകരം ആയിരുന്നു പെർഫ്യൂം എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അദ്ദേഹം വളരെ അതിനോട് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം ഷെയർ ചെയ്യുകയാണ്. ദ്രവിച്ചു പറഞ്ഞ പോലെ അങ്ങോട്ട് വിട്ടുപോന്നേക്കാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വണ്ടികളിലൊക്കെ എയർ ഫ്രഷ്നറുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം തീർന്നപ്പം ഇത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ഊരിയിട്ട് വണ്ടിയുടെ അകത്തെ കപ്പ് ഹോൾഡറിന് അകത്ത് ഇട്ട് വെച്ചിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഇതും ഇരുന്നിരുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഈ പെർഫ്യൂമിൽ നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ പ്ലാസ്റ്റിക് മൗൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൽറ്റ് ചെയ്യാറുണ്ട്. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്ന പ്ലാസ്റ്റിസൈസർ എന്ന ഒരു സബ്സ്റ്റൻസ് ആണ് താലേറ്റ്. ഈ താലേറ്റിൽ വരുന്ന ഒരു DEP എന്ന പേരിൽ ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ഡൈ ഈഥൈൽ താലേറ്റ്, അത് വ്യാപകമായ നിലയിൽ പെർഫ്യൂം ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പെർഫ്യൂമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂസേജ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കൂടുതൽ അത് ഉപയോഗിക്കുന്ന അഗർബത്തി പെർഫ്യൂം അഗർബത്തി ഫീൽഡിലാണ്. നമ്മൾ ചന്ദനത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൽ പെർഫ്യൂം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അതിൽ നിന്ന് കൂടുതൽ പുക വരാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് DEP അല്ലെങ്കിൽ ഡൈ ഈഥൈൽ താലേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ. യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക്കിന് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി അത് മെൽറ്റ് ചെയ്യുമ്പോൾ ചേർക്കുന്ന ഒരു കെമിക്കലാണ്. യഥാർത്ഥത്തിൽ ഇതാണ് കൂടുതലും ഇന്ന് പെർഫ്യൂം അല്ലെങ്കിൽ അത്തർ അതിനെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് എന്ത് പറ്റുന്ന പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുമായിട്ട് ടച്ച് ആകുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപരിതലത്തിലേക്ക് വരുമ്പോൾ അത് മെൽറ്റ് ആക്കി കളയും, അതിനെ സ്റ്റിക്കി ആക്കി കളയും. നമ്മൾ കൈയോ ഡ്രസ്സോ കൊണ്ട് പോകുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും, പൂർവ്വരൂപത്തിലേക്ക് വരത്തില്ല. അപ്പോൾ ഇത് മാത്രമല്ല, പ്ലാസ്റ്റിക്കിന്റെ എല്ലാ ഉപകരണം, നമ്മൾ കാറിന്റെ ഇന്റീരിയർ, അതുപോലെ കമ്പ്യൂട്ടർ കീബോർഡ്, മൗസ്, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോണിന്റെ കേസ്, ഇതിനെല്ലാം ഡാമേജ് ആക്കാൻ സാധ്യത. അതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കും. പിന്നെ രണ്ടാമത് വരുന്ന ഒരു കെമിക്കലാണ് അസറ്റോൺ. ഇനിയും ചീപ്പാക്കാൻ വേണ്ടിയിട്ട്, വളരെ ചീപ്പാക്കാൻ വേണ്ടിയിട്ട്, പെർഫ്യൂമിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് അസറ്റോൺ. അസറ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നെയിൽ പോളിഷ് റിമൂവർ എന്ന പേരിൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് അസറ്റോൺ. വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ്. അതും പെർഫ്യൂം ഡൈലൂഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അസറ്റോൺ DEPയും കാട്ടി വളരെ ഹാർഡാണ്. പ്ലാസ്റ്റിക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് അവിടെ ആസിഡ് പോലെ പ്രവർത്തിച്ച് അത് മെൽറ്റാക്കി അവിടെ ദൂരം വീഴുന്ന അവസ്ഥയിൽ ഉണ്ടാവും. വളരെ DEPയേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കിന്റെ ശത്രുവാണ് അസറ്റോൺ. പിന്നെ വരുന്നത് നമ്മൾ പെർഫ്യൂം സ്പ്രേ പെർഫ്യൂമിൽ ആൽക്കഹോൾ ഉണ്ട്. ഈ ആൽക്കഹോളിനെ ഡീനാച്ചുറൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എഥനോളിനെ ഡീനാച്ചുറൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ഉപയോഗിക്കുന്ന DEP ആണ്. അതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോഴും അത് പ്ലാസ്റ്റിക് പ്രതലങ്ങളിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് ഡാമേജ് ആക്കാൻ സാധ്യതയാണ്. പിന്നെ ഉള്ളതാണ് നമ്മൾ കാർ പെർഫ്യൂമിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആസിഡ് കണ്ടന്റ് ഉണ്ടാവും. അതും നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്ലാസ്റ്റിക് പ്രതലങ്ങളിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ നേരിട്ട് പെർഫ്യൂം ഈ പ്ലാസ്റ്റിക് പ്രതലങ്ങൾ കൊള്ളണമെന്നില്ല. നമ്മൾ കയ്യിൽ പറ്റിയിരിക്കുന്ന പെർഫ്യൂം ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്തും ഇതേ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് വഴിവെക്കുകളിലും കടകളിലും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന പെർഫ്യൂം, അതിന്റെ എല്ലാം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഈ DEP ആണ് അല്ലെങ്കിൽ അസറ്റോൺ ആണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി നോക്കി വാങ്ങിക്കുക. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, കാർ പെർഫ്യൂം അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അതിന്റെ പാക്കേജ് ശരിയായ രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യുക. കാറിന് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള പെർഫ്യൂം മാത്രം ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇതിനെക്കുറിച്ച് കച്ചവടക്കാരോ ഉപയോഗിക്കുന്നവരോ ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്,
നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂം അത് കോസ്റ്റ് ഏറ്റവും ചീപ്പായിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ യഥാർത്ഥത്തിൽ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള പെർഫ്യൂമിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡൈപ്രോപ്പിലിൻ ഗ്ലൈക്കോൾ, അതായത് DPG എന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കോസ്മെറ്റിക് ഗ്രേഡ് പെർഫ്യൂമിൽ അത്തർ, പെർഫ്യൂം ഓയിലിനൊക്കെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗം കഴിഞ്ഞ ശേഷം അത് അതിൻ്റെതായ പാക്കേജിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഉപകരണങ്ങളെയും പ്ലാസ്റ്റിക് ഉപകരണങ്ങളെയും മറ്റും നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അടുത്ത വിഷയവുമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.